പാരൻസ് ഭയങ്കര ഷോക്കായി. ഉമ്മയും വാപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഹായ് ഡിയേഴ്സ്, ഞാനിപ്പോൾ ഉള്ളത് റേസിന്റെ മലപ്പുറം സെന്ററിലാണ്. റേസിന്റെ മലപ്പുറം സെന്ററിൽ തന്നെ പഠിച്ച് നീറ്റിന് ഉയർന്ന മാർക്ക് വാങ്ങി ഇഷ്ടപ്പെട്ട കോളേജൊക്കെ അച്ചീവ് ചെയ്തിരിക്കുന്ന ഉമറിന്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്തൊക്കെയാണ് ഉമർ ഇതിന്റെ വിശേഷങ്ങൾ? MBBS പണ്ട് മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നീറ്റ് നല്ല സ്കോറിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അടിപൊളിയായിട്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നുണ്ട്. എടാ, അപ്പോൾ ഡ്രീം ആണ് MBBS നീ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ അതൊരു ഡ്രീം ആയിട്ട് നീ കാണാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഡ്രീം എന്ന് പറയുമ്പോൾ എനിക്ക് ഡോക്ടറോട് ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ തോന്നി എൻ്റെ ഉമ്മാൻ്റെ ഡെലിവറി ടൈമിലായിരുന്നു. ഞാനന്ന് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലായിരുന്നു. അന്നത് സിസേറിയനായിരുന്നു. അന്ന് ആ ഡോക്ടറോട് ഒരു തോന്നിയ റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് അന്ന് ഡോക്ടർ എന്നുള്ള സംഭവം ഒന്ന് സ്ട്രൈക്ക് ചെയ്തിരുന്നു. അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് റേസിലെത്തി അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഇപ്പോൾ അടിപൊളിയാണ്, എല്ലാ കാര്യങ്ങളും അടിപൊളിയായി പോകുന്നുണ്ട്. ഗ്രേറ്റ്, കൺഗ്രാറ്റുലേഷൻസ്. അതെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ മോൻ മലപ്പുറംകാരനായതുകൊണ്ട് മലപ്പുറത്തെ ഏതെങ്കിലും ഒരു സെൻറ്റർ അങ്ങനെയാണല്ലോ നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ റേസ് തന്നെ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ കോഴിക്കോട് റേസിൻ്റെ ഹോസ്റ്റലിൽ ഇരുന്നാണ് പഠിച്ചിരുന്നത്. അവൻ ജയിക്കായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അവനാണ് പറഞ്ഞത് റേസ് ക്ലാസ്സുകളൊക്കെ അടിപൊളിയാണ്, നല്ല മെൻറ്ററിങ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ അടിപൊളിയാണ്. അപ്പോഴും എനിക്കൊരു ഇതുണ്ടായിരുന്നു, റേസ് കോഴിക്കോട് പോകണമല്ലോ, ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മലപ്പുറത്തോട്ട് എന്തിനാ വന്നപ്പോഴാണ് റേസ് മലപ്പുറത്ത് വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തു, റേസിൽ വന്ന് ജോയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഇവർ അടിപൊളിയായിരുന്നു നോക്കുന്നത്. മെൻറ്റർഷിപ്പ് ആയാലും ക്വസ്റ്റ്യൻസൊക്കെ നല്ലോണം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ക്ലാസ് ആയാലും ഫാക്കൽറ്റീസ് ആയാലും അടിപൊളിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആകാം എനിക്കിങ്ങനെ ഒരു അച്ചീവ്മെൻറ്റിൽ എത്താൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഡേ സ്കോളർ ആയിരുന്നല്ലോ. ഡേ സ്കോളർ ആയിരുന്നിട്ടും നല്ല മാർക്ക് ഉമർ വാങ്ങിച്ചു. ഇപ്പോൾ ഈ പല കുട്ടികൾക്കുള്ളൊരു സംശയമാണ്, ഡേ സ്കോളർ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയ മാർക്ക് കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഉമറിന് പറയാനുള്ളത്? ഇപ്പോൾ ഡേ സ്കോളർ ആയാലും ഹോസ്റ്റലേഴ്സ് ആയാലും എല്ലാവർക്കും കിട്ടുന്ന ഒരേ ടൈമാണ്. അപ്പോൾ ആ ടൈം ആരാണ് മാക്സിമം യൂസ് ചെയ്യുന്നത് അവരൊപ്പമാണ് റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ മാക്സിമം യൂസ് ചെയ്തു എന്നുള്ളതിലാണ് റിസൾട്ട് കിടക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. റേസിലിപ്പോൾ രാവിലെ 8 മുതൽ വൈകിട്ട് ഒരു 6-7 വരെ ലൈബ്രറീസ് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഫാക്കൽറ്റീസും അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അപ്പം തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുക. അതുപോലെ ഇവിടുത്തെ സാറും എല്ലാവരും അടിപൊളിയാണ്. ലൈബ്രറി എപ്പോഴും ഓപ്പണാണ്, നല്ല ബുക്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ തന്നെ ആവാം ഇങ്ങനെ ഒരു മാർക്കിൽ എത്തിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വീട്ടിലിപ്പോൾ നല്ല മാർക്ക് വാങ്ങിച്ചപ്പോഴേ പാരൻസിൻ്റെ ഒക്കെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? പാരൻസിനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. റിസൾട്ട് നോക്കിയത് ആദ്യം പേപ്പർ ചെക്ക് ചെയ്തതിൻ്റെ ഫാദറാണ്. ഫാദർ റിസൾട്ട് നോക്കിയിട്ട് ആകെ കരഞ്ഞ് ഭയങ്കര ഹഗ് ചെയ്ത് അങ്ങനെ ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു. അത് നമ്മൾ കുറേ കാലമായിട്ടുള്ള സ്വപ്നമാണ്, റിസൾട്ട് വരുന്ന ദിവസം പാരൻസിൻ്റെ റിയാക്ഷൻ, ആ കാര്യങ്ങളൊക്കെ ആ ടൈമിൽ ആ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണത്. ഏത് നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ആളെ ഒരു സ്വപ്നമായിക്കാരം റിസൾട്ട് വരുന്ന ദിവസം അടിപൊളിയാണെന്നുള്ളത്. അത് അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പാരൻസ് ഭയങ്കര ഷോക്കായി. ഉമ്മയും വാപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ പ്രിപ്പറേഷൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു? അങ്ങനെ വെച്ച് പഠിച്ചിട്ടുണ്ടോ? പ്രിപ്പറേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാറ്റിനും ഈക്വൽ വെയിറ്റേജ് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഒന്നുകൂടി കംഫർട്ടായിട്ടുള്ള സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. പൊതുവെ എല്ലാവരും ഫിസിക്സ് ടഫ് എന്ന് പറയുമ്പോൾ എനിക്ക് ഫിസിക്സ് കുറച്ചുകൂടി സിമ്പിളാണ്. അതേപോലെ ബയോളജിയാണ് എനിക്ക് ഏറ്റവും ടഫ് ഉള്ളത്. എപ്പോഴും ബയോളജിയിലാണ് ആൻസേഴ്സ് തെറ്റിക്കാറുള്ളത്. അപ്പോൾ ബയോളജിക്ക് കുറച്ചുകൂടി ഞാനൊന്ന് ടൈം എക്സ്ട്രാ കൊടുത്ത് മാക്സിമം NCERT എപ്പോഴും വായിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. പൊതുവേ ബയോളജിയിൽ ആരും ക്വസ്റ്റ്യൻസ് ചെയ്യൽ കുറവാണ്. ഞാൻ മാക്സിമം ബയോളജിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്നും NCERT എടുത്ത് വായിക്കും. NCERT ആണ് നീറ്റിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ NCERT ആണ്. NCERT എല്ലാ സബ്ജക്റ്റും വായിക്കണം. അപ്പോൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ NCERTയിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് നോക്കണം. അതൊക്കെ ചെയ്തെന്ന് നോക്കിയെങ്കിലേ കാര്യമുള്ളൂ. അല്ലാതെ പൊതുവേ പുറത്തുള്ള ബുക്ക് മാത്രമാണ് എല്ലാവരും ആശ്രയിക്കുക, അതിലല്ല കാര്യം. NCERT ഫുള്ളായതിൻ്റെ ശേഷം പുറത്തോട്ട് നമ്മൾ അന്വേഷിക്കാൻ പാടുള്ളൂ എന്നാണ് പറയൽ. ആദ്യം NCERT കംപ്ലീറ്റ് ആക്കി, അതാണ് ഇങ്ങനെ ഒരു ഇതിലെത്താനുള്ള മെയിൻ റീസൺ. NCERT കംപ്ലീറ്റ് ആക്കി പഠിച്ചു. എല്ലാവരും പറയുന്നത് ബയോളജി നല്ല ഈസി ആണെന്നല്ലേ. അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഫിസിക്സ് ആയതുകൊണ്ട് ബയോളജി പഠിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ടാണോ അങ്ങനെ? അങ്ങനെയല്ല, പൊതുവേ ഫിസിക്സ് എനിക്ക് സിമ്പിളാണ്. പക്ഷേ ബയോളജി നമ്മളിങ്ങനെ വായിക്കുമ്പോൾ തോന്നും കൺസെപ്റ്റ് എനിക്കറിയാം. പക്ഷേ ബയോളജി ലൈൻ ബൈ ലൈനാണ് ക്വസ്റ്റ്യൻസ് വരിക. അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കൽ ബയോളജി എന്നാണ്.
അപ്പോൾ ബയോളജി എല്ലാ ലൈനും വായിച്ചെങ്കിലേ ബയോളജി അത്ര സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 360 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ നിന്ന് വരും. അപ്പോൾ മാക്സിമം ബയോളജി ലൈൻ ബൈ ലൈന് മാക്സിമം ടൈം എടുത്തുകൊണ്ട് ബയോളജി വായിക്കണം. ബയോളജി NCERT ആണ് മെയിൻ. ഏത് സബ്ജക്റ്റ് ആയാലും NCERT തന്നെയാണ് മെയിൻ. പക്ഷേ ബയോളജി NCERTത്തെ ഓരോ ലൈനും കാണാതെ അറിയാവുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ബയോളജി നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഉമറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നീറ്റ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ? അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ റേസ് മലപ്പുറത്തിൽ തന്നെ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഉമറിന് എന്താ പറയാനുള്ളത്? അതായത് ആദ്യം നമുക്ക് നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനും സ്പിരിറ്റൊക്കെ ഉണ്ടാവും. പിന്നെ പതിയെ അത് കുറഞ്ഞ് നമ്മൾ പഠിക്കാനുള്ള ടൈം കുറയും, ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറയും. അങ്ങനെ കുറഞ്ഞ് വരലാണ്. അത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരേ സ്പീഡിൽ പോകണം. അങ്ങനെയാണെങ്കിലേ ഇങ്ങനെ ഒരു ഇതിൽ എത്താൻ പറ്റുള്ളൂ. ഈ മാക്സിമം ടൈമിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തെങ്കിലേ കാര്യമുള്ളൂ. പിന്നെ അതേപോലെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്തെങ്കിലേ കാര്യമുള്ളൂ. പൊതുവേ എല്ലാവരും പറയലുണ്ട് എക്സാം കാണുമ്പോൾ പേടിയാണ്. നമ്മൾ കുറേ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാമിനോടുള്ള ആ പേടി പോവും. ജസ്റ്റ് ഇപ്പോൾ നീറ്റ് എഴുതാണെന്നുണ്ടെങ്കിലും അന്നത്തെ ആ ദിവസം എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ എക്സാം എഴുതുന്ന പോലെ ഒരു എക്സാം, അത് ജസ്റ്റ് ആ സെൻറ്റർ മാറിയെന്നുള്ളൂ, ലൊക്കേഷൻ മാറിയെന്നുള്ളൂ, സാറുമാർ മാറിയെന്നുള്ളൂ. അല്ലാതെ അതിൽ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല. ആ എക്സാമിൻ്റെ ടെൻഷൻ തീരെ ഇല്ലായിരുന്നു. അത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തു, മാക്സിമം എക്സാം അറ്റൻഡ് ചെയ്തു എന്നുള്ള അതുകൊണ്ട് മാത്രമേ കാരണം അങ്ങനെ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ എക്സാമിൻ്റെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, മാക്സിമം ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നും ചെയ്തു. ആ ഒരു ഇതിലാണ് മാക്സിമം മാർക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ റേസിൽ തന്നെ മെഗാ ടെസ്റ്റ് ഉണ്ടാവും, അതേപോലെ ഓണം സൂപ്പർ സ്റ്റാർ, ക്രിസ്മസ് സൂപ്പർ സ്റ്റാർ, അങ്ങനെയൊക്കെ എക്സാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ റേസിലെ എല്ലാ കുട്ടികളും ഒരു ഹാളിൽ ഇരുന്നാണ് എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു വലിയ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ മെയ് 5-ാം തീയതി ഈ എക്സാം എഴുതിയപ്പോഴും അതേ ഒരു ഫീലിങ്ങിൽ ആ ലാഘവത്തോടെ പോയിക്കൊണ്ടാണ് എക്സാം എഴുതിയത്. നമ്മളിവിടുന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, മാക്സിമം എക്സാം ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്പിരിറ്റ് ആയിരുന്നു അന്നും ഉണ്ടായിരുന്നത്. അതിപ്പോൾ നിങ്ങളിപ്പോൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ സെൻറ്ററും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങളെ കൂടെ ഉണ്ടാവും. പക്ഷേ ഫസ്റ്റ് ഉണ്ടാകുന്ന സ്പിരിറ്റ് നമ്മൾ ലാസ്റ്റ് വരെ കൊണ്ടുപോകണം. അതിലാണ് കാര്യം. ഫസ്റ്റ് കുറേ പഠിച്ച് പിന്നെ എല്ലാവരും പറയും കുറച്ചൊക്കെ കുഴപ്പി, അങ്ങനെ ആവരുത്. ഫസ്റ്റ് പഠിച്ച് അതേ സ്പിരിറ്റ് ലാസ്റ്റ് വരെ പോയാൽ നീറ്റിന് വേണ്ടി ഒരു വർഷം മാറ്റി വെച്ചാൽ ആ ഒരു വർഷം നീറ്റ് മാത്രം എടുക്കണം. വേറൊരു ചിന്തയും പാടില്ല, വേറെ ഒന്നും പാടില്ല. പഠിക്കുക എന്നുള്ളത് മാത്രമേ ചിന്തയിലുണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം മാർക്കിലേക്കും എത്താൻ പറ്റുള്ളൂ. മാക്സിമം ഉള്ള ടൈമിൽ എല്ലാ ടൈമിലും മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, മാക്സിമം പഠിക്കുക. അത് മാത്രമേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്ര നേരം നമ്മൾ കേട്ടത് മലപ്പുറം റേസിൻ്റെ സെൻറ്ററിൽ പഠിച്ച് നീറ്റിന് ഉയർന്ന മാർക്ക് വാങ്ങിയിട്ടുള്ള നമ്മുടെ ഉമറിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ഇതുപോലെ ഒരുപാട് ഉയർച്ചകൾ ഇനിയും ഉണ്ടാവട്ടെ. ഇതുപോലെ ഉയർന്ന മാർക്ക് വാങ്ങിയിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ മലപ്പുറം സെൻറ്ററിൽ തന്നെയുണ്ട്. അവരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.